ഞാൻ നിതിനിലേക്ക് പോവുകയാണ്. നിതിന്, ആര്യ ഇങ്ങനെ കുറേ ആളുകളോട് ഇങ്ങനെ വിശേഷങ്ങളൊക്കെ ചോദിക്കുമായിരുന്നു. അപ്പോൾ പലരും 2026 അവരുടെ പ്രതീക്ഷകളും 2025 ശോകമാണെന്ന് പറയുന്ന ആളുകളൊക്കെ ഉണ്ട്. കഴിഞ്ഞ കാര്യങ്ങളെല്ലാം നമുക്ക് വിട്ടേക്കാല്ലേ, പാസ്റ്റ് ഈസ് പാസ്റ്റ് അല്ലേ. അപ്പോൾ അവിടെ ആളുകൾ, നിതിൻ നിൽക്കുന്ന സ്ഥലത്ത് ആളുകളൊക്കെ വന്നിട്ടുണ്ടോ? എന്താണ് അവരുടെ ഒരു പ്രതികരണം? തീർച്ചയായും 2025 വളരെ മോശം വർഷമായിരുന്നവർക്കൊക്കെ 2026 നല്ല വർഷമായിരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് തന്നെ തുടങ്ങാം. നമ്മൾ ഫോർട്ട് കൊച്ചി വെള്ളി ഗ്രൗണ്ടിലാണ് ഉള്ളത്. ഇവിടെ ഈ പാപ്പാഞ്ഞി ഇനി ഒരു 6.25 മണിക്കൂർ കൂടിയാണ് കൃത്യമായി അവശേഷിക്കുന്നത്. കൃത്യം 12 മണിയാകുമ്പോൾ ഈ പാപ്പാഞ്ഞിയെ കത്തിച്ച് കളയും. പുതിയ വർഷം തുടങ്ങും. ഇവിടെ ഒരുപാട് ആളുകൾ ഇവിടെ ഇപ്പോൾ തന്നെ വന്ന് കൂടി നിൽപ്പുണ്ട്. ഒരുപാട് ആളുകൾ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട്. കുറേ ആളുകൾ പുറത്തൊക്കെ ഉണ്ട്. ഒരുപാട് ആളുകൾ ഇവരൊക്കെ തന്നെ ഈ ഒരു പുതുവത്സരം ഫോർട്ട് കൊച്ചിയുടെ കൊച്ചി കാർണിവൽ ആഘോഷത്തോടൊപ്പം തുടങ്ങാൻ വേണ്ടിയാണ് ഇങ്ങോട്ടേക്ക് എത്തിയിരിക്കുന്നത്. കാരണം കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ ആഘോഷം നടക്കുന്നത് അത് ഫോർട്ട് കൊച്ചിയിലാണ് എന്ന് പറയാതിരിക്കാൻ പറ്റില്ല. ആരെതിർത്താലും അത് ഫോർട്ട് കൊച്ചിയിലാണ് ഏറ്റവും വലിയ ആഘോഷം നടക്കുന്നത്. അപ്പോൾ ഇത്തവണയും അങ്ങനെ തന്നെയാണ്. ഇത്തവണ ഒരു പ്രത്യേകതയുള്ളത്, കഴിഞ്ഞ വർഷമൊക്കെ ഒരു സ്ഥലത്താണ് പാപ്പാഞ്ഞിയെ കത്തിച്ചിരുന്നതെങ്കിൽ ഇത്തവണ രണ്ട് സ്ഥലത്തും ഫോർട്ട് കൊച്ചിയിലും പരേഡ് ഗ്രൗണ്ടിലും പാപ്പാഞ്ഞിയെ കത്തിക്കുന്നൊരു പ്രത്യേകത കൂടി ഇത്തവണയുണ്ട്. അപ്പോൾ കഴിഞ്ഞ വർഷമൊക്കെ സുരക്ഷാ കാരണങ്ങളാണ് അത്തരത്തിൽ ഒരു പാപ്പാഞ്ഞിയെ മാത്രം കത്തിച്ചത്. അപ്പോൾ ഒരുപാട് ആളുകൾ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ഒരു 6-7 മണിയാവുന്നത് കൂടി തന്നെ ഈ ഗ്രൗണ്ട് പൂർണ്ണമായും നിറയും. 2 ഗ്രൗണ്ടുകളുമായി ഏകദേശം 1.5 ലക്ഷത്തോളം ആളുകൾ എത്തുമെന്നാണ് പോലീസ് നിലവിൽ കണക്കൂട്ടുന്നത്. അതിൻ്റെ എല്ലാ സജ്ജീകരണങ്ങളുമൊക്കെ ഇവിടെ ആയി കഴിഞ്ഞു. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും ഒരുപാട് ആളുകൾ ഇവിടെ ഇങ്ങനെ കൂടി നിൽക്കുന്നുണ്ട്. അപ്പോൾ എവിടെ നിന്നാണ് വരുന്നത്? ഇവിടെ തന്നെ ആലുവ ആണ്. എപ്പോഴെത്തി? ഉച്ചക്ക് എത്തി ഇവിടെ കാത്തിരിക്കണം. ആദ്യം തന്നെ ഏറ്റവും ഫ്രണ്ടിൽ തന്നെ വന്ന് നിൽക്കുവാണ് ആണല്ലേ. അപ്പം 12 മണി വരെ ഇവിടെ തന്നെ കാണും. എല്ലാ വർഷവും വരാറുണ്ടോ? ആണല്ലേ. അപ്പോൾ നമുക്ക് ഇവിടെ ഒരുപാട് ആളുകളുണ്ട്, നമുക്ക് കാണാൻ സാധിക്കും. പാലക്കാട് ഇത് ഈ ആഘോഷത്തിന് വേണ്ടി വന്നതാണ്. ഫോർട്ട് കൊച്ചിനെ കുറിച്ച് നേരത്തെ കേട്ടിട്ടുണ്ടോ? വന്നിട്ടുണ്ട്. ന്യൂ ഇയറിന് ഫസ്റ്റ് ആയിട്ടാണ് വരുന്നത്. അപ്പം 12 മണി ഇവിടെ തന്നെ കാണും. കാണും. അപ്പം ഒരുപാട് ആളുകൾ ഇവിടെ ഇങ്ങനെ കൂടി നിൽക്കുന്നുണ്ട്, നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ എവിടെ നിന്നാണ് വരുന്നത്? ആലുവ. എല്ലാ വർഷവും വരാറുണ്ടോ? അപ്പം 12 മണി ഇവിടെ തന്നെ കാണും. എപ്പോഴാണ് എത്തിയത്? എങ്ങനെയാണ് ന്യൂ ഇയർ ആഘോഷമൊക്കെ എങ്ങനെയാണ് എത്തവണ? അടിപൊളിയാണ്. ഇപ്പം കഴിഞ്ഞ വർഷമൊക്കെ ഒരു സ്ഥലത്ത് മാത്രമാണ് പാപ്പാഞ്ഞിയെ കത്തിക്കുക. അപ്പോൾ ഇത്തവണ 2 ഇടത്തും കത്തിക്കുന്നു. കുറച്ചും കൂടി ആൾക്കാർക്ക് എളുപ്പമായിരിക്കും, തിക്ക് കുറവായിരിക്കും. അല്ലേ. ആദ്യമായിട്ടാണോ? ആദ്യമായിട്ടാണ്. അപ്പം എങ്ങനെയാണ് ഫോർട്ട് കൊച്ചിയിലെ പാപ്പാഞ്ഞിയെ കത്തിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്. കൊച്ചി കാർണിവലിൽ ആദ്യമായിട്ടാണ് വരുന്നത്. അപ്പം ഒരുപാട് ആളുകൾ നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇങ്ങനെ ഒരുപാട് ആളുകൾ ആദ്യമേ തന്നെ 12 മണി മുതൽ ഇവിടെ ആളുകൾ ഇങ്ങനെ എത്തി നിൽക്കുന്നുണ്ട്. ആദ്യം തന്നെ ഫ്രണ്ടിൽ എത്തി നിൽക്കുന്നത് ഇവിടുത്തെ ഈ ഒരു ആദ്യം തന്നെ ഏറ്റവും അടുത്ത് നിന്ന് പാപ്പാഞ്ഞി കത്തിക്കുന്നത് കാണാൻ വേണ്ടിയാണ്. ഇവിടെ ഈ പാപ്പാഞ്ഞി കത്തിക്കുന്ന പരിപാടിക്ക് മുമ്പ് ഇവിടെ നിരവധി കലാപരിപാടികൾ നടക്കുന്നുണ്ട്, DJ പാർട്ടികൾ നടക്കുന്നുണ്ട്, ഒരുപാട് കലാപരിപാടികളൊപ്പം തന്നെ ഡാൻസ് പ്രോഗ്രാമുകൾ നടക്കുന്നു. അങ്ങനെ നിരവധി പരിപാടികൾ നടക്കുന്നുണ്ട്. ഒരുപാട് വിദേശികൾ ഇവിടെ ഒരു ഇൻ്റർനാഷണൽ ഗസ്റ്റ് പവലിയൻ തന്നെ ഒരുക്കിയിട്ടുണ്ട്. വിദേശികൾക്കും മറ്റുമൊക്കെ സുരക്ഷിതമായി നിൽക്കാൻ വേണ്ടിയിട്ട്. ഒപ്പം തന്നെ വലിയ രീതിയിലുള്ള സുരക്ഷയാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത് പോലീസ്. പ്രത്യേകിച്ച് ഇങ്ങോട്ടൊക്കെയുള്ള സ്വകാര്യ ഗതാഗതമൊക്കെ തന്നെ 2 മണിയോടുകൂടി തന്നെ പള്ളുരുത്തി ഭാഗത്തു നിന്നും വൈപ്പിൻ ഭാഗത്തു നിന്നും തടഞ്ഞിട്ടുണ്ട്. പിന്നീട് റോറോ സർവീസ്, വാട്ടർ മെട്രോ സർവീസ്, ഒപ്പം KSRTC പ്രൈവറ്റ് ബസ് സർവീസുകളൊക്കെയാണ് ഇങ്ങോട്ടേക്കുള്ളത്. അതും റോറോ സർവീസ് 4 മണി വരെ മാത്രമാണ് വാഹനങ്ങൾ കടത്തിവിടുക. പിന്നീട് 7 മണി വരെ ആളുകളെയും കടത്തിവിടും. 7 മണിയോടെ റോറോ സർവീസും അവസാനിക്കും.